ഇന്നലത്തെ ഒരു ന്യൂസിൽ വന്ന വാർത്തയാണ്. കടയിൽ പോകുന്നു എന്ന് പറഞ്ഞു, പിന്നീട് വിവരമൊന്നുമില്ല. ആശങ്കയിൽ ഇസ്രയേൽ മരിച്ച മലയാളിയുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ് മരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മരിച്ചത് എന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ യുദ്ധത്തിലാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെയാണ് നമുക്ക്. അതായത് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പോകുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഗൾഫിലായാലും ഇസ്രയേലായാലും നമ്മളെല്ലാവരും കടലിൽ കിടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കാനാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് മരിച്ചു കഴിഞ്ഞാലും എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, പാവങ്ങളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇതുമില്ല. പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന ചില വിദ്വേഷ കമൻറ്റുകളുണ്ട്. അത് വളരെ മോശമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ രാജ്യം മാത്രമേ മാറുന്നുള്ളൂ. അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കടലിൽ കടന്നവരാണ്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ചാൽ മാത്രമേ യുദ്ധം തടഞ്ഞു നിർത്താൻ പറ്റുമോ? ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കലാണ് ഇപ്പോഴേ. അതായത് ഓരോ രാജ്യത്തിൻ്റെ ഭാഗത്ത് കൂടിയിട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കലാണ്. ഇവറ്റകളോടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പോൾ പണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇതുപോലെ മലയാളിക്ക് എന്താ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല, മലയാളികൾക്ക് കേരളക്കാർക്ക് ഒന്ന് യുദ്ധം കാണണമെന്നാണ് ഉള്ള ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിന്. അതിന് നല്ല രീതിയിലുള്ള ഇതാണ് കിട്ടിയിരിക്കുന്നത്, സപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എല്ലാവർക്കും അറിയാം, യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ തന്നെയാണ് ബാധിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പം നമ്മുടെ ചങ്കിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാചകവാതകം എല്ലാം കുറഞ്ഞു വരുവായിന്ന്. അതൊന്നും ഇനി കിട്ടാക്കനിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പഴയ വിറകടുപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബഹ്റിനിൽ പിന്നെ ജനവാസ മേഖലയിലാണ് ഇന്നലെ ഇപ്പോഴും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടത്. അതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ ഓരോ മലയാളി കുടുംബങ്ങളിലെന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ ഒരുപാട് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താ ചെയ്യുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധം അങ്ങ് നടക്കട്ടെ എന്നുള്ള തരത്തിൽ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ആ വെല്ലുവിളികൾ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, ഇതിങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പൊക്കെയാന്ന് എല്ലാവർക്കും മനസ്സിലായി. അതായത് പിന്നെ എന്നാൽ 2 മാസം മുമ്പ് ലീവിന് വന്ന ആൾക്കാർ വരെ ഇപ്പം തിരിച്ചു പോയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ തൊഴിൽ ക്ഷാമം വരാൻ പോകുന്നതേ ഉള്ളൂ. ഒരുപാട് സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരോടും പറയും, നിങ്ങൾ ഇനി നാട്ടിലേക്ക് പോയിക്കോ മക്കളെ, ഇനി ഞങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിലെല്ലാം പോയി കഴിഞ്ഞാൽ ആൾ വേണ്ടേ? അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരാണ് ജോലി ചെയ്യുന്നത്? അവിടെ ആളില്ലെങ്കിൽ എങ്ങനെയാണ് ആ മുതലാളി ശമ്പളം കൊടുക്കുക? അതേപോലെ തന്നെ എല്ലാ രാജ്യത്തും അതേ പ്രതിസന്ധി തന്നെയാണ്. നമ്മളിപ്പോഴും ഇതിൻ്റെ അകത്ത് കാണുമ്പോഴും മറ്റേയാൾ മറ്റേത് പറഞ്ഞു, മറ്റേയാൾ ഇതാ ആരോഗ്യമില്ല, മറ്റവൻ ആരോഗ്യമുണ്ട്, ഞങ്ങൾ അത് തകർക്കും പറഞ്ഞു, ഇത് തകർക്കും എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ആശങ്ക തന്നെയാണ്. അവന്മാർക്കൊന്നും സംഭവിക്കാനില്ല. അവർക്കെന്താ പൈസയിലോണിയുടെ ഒരു പ്രശ്നവുമില്ല. ഇതൊന്നും ഇല്ലാത്തവനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭീമമായ ലോണിൽ വീടും കാര്യങ്ങളും പിന്നെ വണ്ടികളും എടുത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നും അടച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർ വീട്ടിലെത്തും. അവരോട് അവിടെ യുദ്ധമാണ്, ഇവിടെ യുദ്ധമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് കൊറോണയാണെങ്കിൽ ഒരു 3 മാസം നമുക്ക് അങ്ങനെ അടക്കാണ്ട് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴതുപോലും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ സന്തോഷിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ കടവും ഇല്ല, ഒന്നുമില്ല, സുഖം സ്വസ്ഥം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ അവർ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ സന്തോഷവും പോയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലും മറ്റേ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം കുറഞ്ഞു വരുകയെന്ന്. ഇപ്പം അത് കിട്ടാനില്ല. ഇപ്പം കിട്ടാക്കനിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴേക്ക് പോകുന്നതാണ്, ഇന്നിപ്പോഴും ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മലയാളികളെ തന്നെയാണ്. ലോണിൻ്റെ കാര്യമായാലും മറ്റുള്ള കാര്യമായാലും എല്ലാം ബാധിക്കുന്നത് മലയാളികളെയാണ്. ഇപ്പോഴെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആശങ്കയും കൂടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജനവാസ മേഖലയിൽ വിട്ട് പൊട്ടിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഭയം തന്നെയാണ്. ഇനിയിപ്പോഴും ചിലപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലികളെ നാട്ടിൽ കൊണ്ടാക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് ചാലുവായി കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് വരും. അവരൊക്കെ ഇപ്പോഴും ഭയന്നുകൊണ്ടാണ് ആടെ ഇരിക്കുന്നത്. അതായത് ഇത് എവിടെയാണ് പോവുക, എന്താ പോവുക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഈ ഫേസ്ബുക്കിലും അതിനകത്തും ചെയ്ത യുദ്ധത്തിൻ്റെ ഫലം, അതായത് അതാണ് ഇപ്പോഴും നമ്മൾ അത് അനുഭവിക്കുന്നത്. നമുക്ക് അഹങ്കാരമായിരുന്നു കൂടുതൽ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ നമ്മളെല്ലാം ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും നാട്ടിൽ നിന്നിട്ട് ജോലി ചെയ്തിട്ട് 5 പൈസ ഉണ്ടാക്കാൻ പറ്റൂല. എല്ലാവർക്കും വിദേശത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിച്ചുകൊണ്ട് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയാണ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതിലും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്ഥാനം കടന്നു പോകുന്നതാ. ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ 10,000 രൂപ, 15,000 രൂപ. ഇതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ പോലും തികയില്ല. പണ്ട് ജഗതി പറഞ്ഞ പോലെയാണ്, ഇതൊരു ഗ്ലാസ് ചായ കുടിക്കാൻ വരെ തികയില്ല എന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. എന്നിട്ട് പറയുന്നത് എന്താ, നിങ്ങളൊന്നും പഠിച്ചത് ശരിയല്ല എന്ന്. ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസം കൂടി എല്ലാവരും നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്. പക്ഷെ അവർക്ക് കൊടുക്കാൻ ജോലിയില്ല.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ബാധിക്കുന്നത് വേറെ ആരെയല്ല. ഇനി അങ്ങോട്ട് പട്ടിണി തന്നെയാണ് മലയാളികൾ. ഓർത്തോ, മലയാളികൾ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്ത്യക്കാർ മൊത്തത്തിലൊന്നും ഞാൻ പറയില്ല. കാരണം വെച്ചാൽ അവരൊക്കെ ജീവിക്കാൻ പഠിച്ചവരാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലോനായാലും കർണാടകത്തിലോനായാലും അവനൊന്നും ഗൾഫ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് കണ്ടിട്ടോ ഒന്നല്ല അവൻ ജീവിക്കുന്നത്. അവൻ തമിഴ്നാട്ടിൽ തന്നെ ജീവിക്കും അടിപൊളിയായിട്ട്. പക്ഷേ ഇതിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ മലയാളികളാണ്. കാരണം നമുക്ക് ആർഭാടം ഇല്ലാതെ പറ്റൂല. നമുക്ക് കല്യാണം വന്നു കഴിഞ്ഞാലും ആർഭാടം വേണം, എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ആർഭാടം വേണോ. ആ ആർഭാടം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസ തന്നെയാണ്, വിദേശത്ത് പോയിട്ട് ഉണ്ടാക്കുന്ന പൈസ തന്നെയാണ്. നമ്മളൊക്കെ അവിടെ പോയിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന സൗദങ്ങൾ പല ആൾക്കാരും. അല്ലാതെ വിദ്യാഭ്യാസം കൊണ്ടോ ഇവിടെ കിട്ടുന്ന വലിയ ജോലി കൊണ്ടോ ഒന്നുമല്ല. ഇവിടെ ഇപ്പോഴും നിങ്ങൾ ഇനി എന്ത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ശരി, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലി ചോദിച്ചാട്ടെ, ആദ്യം പറയുന്നത് എന്താ പറയുക, 10,000 ഉറുപ്പ്യ തരും, വേണമെങ്കിൽ ഇരുന്നാൽ മതി. ഞാൻ ഇതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു മിൽക്കിൻ്റെ, ആ മിൽക്കിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ മിൽക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു. ആ ഇൻ്റർവ്യൂവിൽ എന്താ ഇതെന്നറിയാം, അക്കൗണ്ടൻറ്റിന് ഈ പിന്നെ 10,000 ഉറുപ്പ്യ, അതുപോലെ തന്നെ ഡ്രൈവർക്ക് കൊടുക്കുന്നത് 25,000 ഉറുപ്പ്യ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് ഡ്രൈവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവിങ് മാത്രം നോക്കിയാൽ മതി, എന്നിട്ടും അവന് കൊടുക്കുന്ന പൈസയായത്. അവന് 25,000 ഉറുപ്പ്യ കൊടുക്കുമ്പം ആ ഒരു ഇതിന് കൊടുക്കുന്ന ആ ഒരു ജോലിക്ക് കൊടുക്കുന്നത്, അതായത് അവർ ഉറക്കൊഴിഞ്ഞ് പഠിച്ച് ബികോമും അതൊക്കെ പാസ്സായി അവർക്ക് കിട്ടുന്ന 10,000 രൂപ. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ നാട് അങ്ങനെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നിനും നമുക്ക് പൈസ തരത്തില്ല. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ 500 ആൾക്കാർ ബേക്കിലിരിക്കുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസം, നല്ല രീതിയിൽ വിദ്യാഭ്യാസം കേരളം കൊടുക്കുന്നുണ്ടെങ്കിലും ആ വിദ്യാഭ്യാസത്തിന് ഒരു വില പോലും ഇവിടെയില്ല, ചില മുതലാളിമാർ കൊടുക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ മുതലാളിമാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സൗധങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ കാറുകളുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഏതെങ്കിലും തൊഴിലാളിക്കുണ്ടോ വലിയ വലിയ സൗധങ്ങൾ? ഒരാൾക്ക് പോലും ഇല്ല. അതായത് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന അവന് വേണ്ടപ്പെട്ടവർക്ക് മാത്രം അവൻ നല്ല ശമ്പളം കൊടുക്കും. ബാക്കി എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, വേണമെങ്കിൽ ഇരുന്നാൽ മതി. അതുപോലെ തന്നെ 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഇരിക്കുന്നത് മുള്ളിൻ്റെ മുകളിലാണ്. കാരണം എന്താ വെച്ചാൽ എപ്പാ പറഞ്ഞു വിടുക എന്ന് പറയാൻ പറ്റൂല. അതും ആട്ടും തുപ്പം വേറെയും. ഇതാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി. അപ്പോഴാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി 800, 1000, 900 ആയാലും വേണ്ടിയില്ല, നേരാന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ 900-നാണെങ്കിൽ ആ പൈസ ബാക്കിയാണ്. ഇല്ല 1000 ദിറംസോ റിയാലോ കിട്ടിക്കഴിഞ്ഞാൽ അത് ബാക്കിയാണ്. എന്തുകൊണ്ടാണ്? അവിടെ വേറെ കച്ചറകളോ കിച്ചറകളോ ഇല്ല. പിന്നെ ഇവിടെയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക, 4 കല്യാണം വന്നു, അല്ലെ 2 ഉത്സവം വന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഉത്സവം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ പൈസ പോയി. ഇതൊക്കെ ആയിട്ട് നമ്മളെ പൈസ അങ്ങ് തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങൾ തന്നെ വേണം. അത് ഇസ്രയേലായാലും വേണം, അതുപോലെ തന്നെ ഗൾഫ് മേഖലയായാലും വേണം, അമേരിക്ക ആയാലും. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം പരമസുഖമാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തട്ട് തന്നെയാണെന്നാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടുന്ന് ഓരോരുത്തരെ അയക്കുന്ന പൈസകളെന്ന് പറഞ്ഞ് ഇവിടെ പലവിധ പദ്ധതികളും കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോഴാണ് ആ പൈസയൊക്കെ നമ്മളെ കയ്യിൽ എത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും യുദ്ധം തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ. നിങ്ങൾ ഇനിയും തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയുള്ള യുദ്ധങ്ങൾ, സോഷ്യൽ മീഡിയ യുദ്ധം എല്ലാവരും ഒഴിവാക്കി. ഇപ്പം ഗ്യാസും ഇതൊന്നും ഇല്ലാതാവില്ലേ എന്ന്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതുപോലെ തന്നെ പരസ്പരം കുറ്റം പറയാണ്ടിരിക്കുക. അയ്യോ ഗ്യാസ് കിട്ടുന്നില്ല, അവൻ്റെ ഇതിനൊരു പ്രഹസനമായിരുന്നു, കുറേ ആൾക്കാർ പ്രകടനം നടക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വരൻ എന്തിനായത്? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് പെട്രോളിന് 50 ഉറുപ്പ്യ ആക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾ സമരം ചെയ്ത് എനിക്ക് ഓർമ്മ വന്നത്. അതായത് കാളവണ്ടിയിൽ പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് പെട്രോളിന് വില കൂടിയില്ല? അന്ന് പെട്രോളിന് 60 ഉറുപ്പ്യ കയറ്റാന്ന്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുന്ന സാധാരണക്കാരെയാണ്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പത്രത്തിൽ ഫോട്ടോ വരും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിട്ടും. ഇതൊക്കെ ഇവർക്ക് കിട്ടുന്നതാണ്. ഇതൊന്നും കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പ്രവാസികൾക്ക്, അവർക്ക് നെഞ്ചെടുപ്പ് കൂടുതൽ തന്നെയാണ്. നന്ദി, നമസ്കാരം കേട്ടോ. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോട്ടെ നമ്മളെ വീഡിയോ. ബൈ ബൈ.